വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ സെറ്റ് കാണിച്ചതിനെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പോവാ. കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് തുടങ്ങിയായിരുന്നു. യൂണിവേഴ്സൽ സെറ്റിനെ എപ്പോഴും റെക്ടാങ്കിൾ ഉപയോഗിച്ച് വേണം റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ റെക്ടാങ്കിൾ വരച്ചു. നമ്മൾ 3 എണ്ണത്തിന്റെ വെൻ ഡയഗ്രാം പഠിക്കുക. 3 സർക്കിൾസ് ഉണ്ട്. നമുക്കറിയാം 2 സർക്കിൾസ് വന്നാൽ ഇങ്ങനെ വരയ്ക്കുന്നത്. ഡിസ്ജോയിന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താ ഇങ്ങനെ മാറ്റി മാറ്റി രണ്ടുപേരും തമ്മിൽ കോമൺ ഇല്ലാത്ത രീതി വരയ്ക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. 2 സെറ്റിന്റെ ഇങ്ങനെ വരയ്ക്കുന്നത്. മൂന്നാമതൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ വരയ്ക്കുമ്പോൾ കുറച്ച് ഭാഗം ഈ പോർഷന് കൊടുക്കണം, കുറച്ച് ഭാഗം ഈ കോമൺ പോർഷന് കൊടുക്കണം, കുറച്ച് ഭാഗം ഇപ്പുറത്തെ സർക്കിളിന്റെ പോർഷന് കൊടുക്കണം. അപ്പൊ നമ്മൾ മൂന്നാമത്തെ തന്നെ വരയ്ക്കുക. മൂന്നാമത്തെ അതേ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ വരച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു സർക്കിൾ വരച്ചു, രണ്ടാമത് അതിനെ ഓവർലാപ്പ് ചെയ്ത് വേറൊരെണ്ണം വരച്ചു, മൂന്നാമത്തത് വരയ്ക്കുമ്പോൾ ഈ കോമൺ പോർഷനെയും ഈ ലെഫ്റ്റിലെ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോർഷനെയും റൈറ്റിലെ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോർഷനെയും ടച്ച് ചെയ്യണം. ഇങ്ങനെയാണേലും മതി. നമുക്ക് ലെഫ്റ്റിലെ സർക്കിളിനെ ടച്ച് ചെയ്തു, കോമൺ പോർഷനെ ടച്ച് ചെയ്തു, റൈറ്റിലെ സർക്കിളിനെ ടച്ച് ചെയ്തു. ഞാനിപ്പോൾ തൽക്കാലം താഴെ വരയ്ക്കുക. എനിക്കിപ്പോൾ സ്പേസ് അവിടെ ആയതുകൊണ്ടാണ്. ആദ്യത്തെ സർക്കിളിന് ഞാൻ പേര് കൊടുക്കുന്നു എ, രണ്ടാമത്തത് ബി, മൂന്നാമത്തത് സി. എ യൂണിയൻ ബി യൂണിയൻ സി. ഞാൻ ചുമ്മാ നമ്പർ കൊടുക്കുവാണ്. പുറമേയുള്ള ഭാഗത്തിന് 1 എന്ന് കൊടുത്തു, ഇത് 2, ഇത് 3, 4, 5, 6, 7, 8. എ യൂണിയൻ ബി ചെയ്തേ മക്കളെ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോർഷൻ ഷെയ്ഡഡ് ആകുമെന്ന് നോക്കി പറ. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോർഷൻ വരും മോനെ? 2 വരും, 4 വരും, 5 വരും, 6 വരും, 8 വരും. ഈ 3ഉം 7ഉം എന്താ പറയുന്നത്? മിസ് അത് കണ്ടിട്ട് 2 പോലെ അതോ? അതെ, ഇത് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഉള്ളതാണ്. ഞാൻ ക്ലിയർ ആക്കി തരാം. പുറമേയുള്ള ഭാഗത്തെ 1, ഇത് നമ്പറിങ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയണത് എനിക്ക് മനസ്സിലാവാനും വേണ്ടി ഇട്ടേക്കുക. 6, 7, 8. അപ്പൊ മക്കളെ മറന്നുപോയവർ തീർച്ചയായും മ്യൂട്ട് ചെയ്തോ മോനെ. മറന്നുപോയവർക്ക് വേണ്ടേ ഒന്ന് പറഞ്ഞുതരാം. മൊത്തത്തിൽ എഴുതുക നമ്മള്. ഇത് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ചെയ്തു വെക്കുന്ന പരിപാടിയാണ് കേട്ടോ. എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ചെയ്യാൻ. 1 എഴുതി, 2 മൊത്തം എത്ര എണ്ണം ഉണ്ടോ അത് എഴുതി. അടുത്തത് എ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേരുന്ന നോക്കുക. എ എന്ന് പറയുന്ന സർക്കിളിൽ ആരൊക്കെ ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ 2, 3, 6, 7 ഇതാണ് നമ്മുടെ എ. ബി എന്ന് പറഞ്ഞാൽ എന്താ നോക്കി. ബി എന്ന് പറയുന്ന സർക്കിളിൽ 3, 4, 5, 6 ഉണ്ട്. 3 ഉണ്ട്, 4, 5, 6. സി എന്ന് പറയുന്ന സർക്കിളിൽ 5, 6, 7, 8 ഉണ്ട്. അപ്പൊ പിന്നെ യൂണിയൻ ചെയ്യുക മീൻസ് എല്ലാം ചേർത്ത് എഴുതുക. അപ്പൊ 2 വേണം. അപ്പൊ വേണ്ട ഈ പോർഷൻ ഉണ്ട്, 2 ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. 3 വേണം, 3 ഷെയ്ഡ് ചെയ്തു. 6 വേണം, 6 ഷെയ്ഡ് ചെയ്തു. 7 വേണം, 7 ഷെയ്ഡ് ചെയ്തു. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. 4 ഷെയ്ഡ് ചെയ്തു, 5 ഷെയ്ഡ് ചെയ്തു, 6 ഓൾറെഡി ഷെയ്ഡ് ചെയ്തായിരുന്നു, 5 ഓൾറെഡി ചെയ്തു, 6 ഓൾറെഡി ഷെയ്ഡ് ചെയ്തു, 7 ഓൾറെഡി ഷെയ്ഡ് ചെയ്തു, 8. ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. മക്കളെ ഫിഗർ വരച്ചിട്ടെ. ഇത് സൈഡിൽ എഴുതി വെക്കണവര് എഴുതി വെച്ചോ, എഴുതി വെക്കണമെന്നില്ലാത്തവര് എഴുതി വെക്കണ്ട. അപ്പൊ ഇനി ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുക. നിങ്ങൾ തന്നെ സെയിം നമ്പറിങ് തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലാകും കേട്ടോ. അപ്പം മക്കള് മാക്സിമം സെയിം നമ്പറിങ് തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഞാനും കൂടെ പറയണത് നിങ്ങൾ ഏതൊക്കെ പോർഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിച്ചേ. ഏത് ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ബി ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, സി ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്റർസെക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഇന്റർസെക്ഷൻ എടുക്കാൻ മീൻസ് കോമൺ എടുക്കുക. 3 എണ്ണത്തിനും കോമൺ ആയിട്ട് ആരുണ്ട്? ആരെങ്കിലും ഒരാൾ പറ മക്കളെ. 3 sticks.
3 6 നല്ലതായിട്ട് നോക്ക്. ആദ്യത്തെ 2 സെഷൻസിന് കോമൺ ആയിട്ട് 3 ഉണ്ട്, 6 ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യം സിയുമായി കൂടി ഇന്റർസെക്ഷൻ എടുക്കണം. സിയുമായി ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സിയിൽ 3 ഇല്ല, അപ്പൊ 3യെ നമുക്ക് ഒഴിവാക്കാം. 6 ഉണ്ട്. അപ്പൊ ഏത് പോർഷൻ മാത്രമാ? 6 എന്ന് പറയുന്ന പോർഷൻ മാത്രമാ. മനസ്സിലായോ ശ്രീലക്ഷ്മി? ഒരിടത്ത് മാത്രല്ല മക്കളെ, 3 നോക്കണം. 3 ഒറ്റടിക്ക് നോക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് അത്ര ഈസി ആയിരിക്കുകയില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ 2 പേരെ നോക്കി. ആദ്യത്തെ 2 പേരെ നോക്കിയപ്പോൾ 2 പേർക്കും കോമൺ ആയിട്ട് 3 ഉണ്ട്, 6 ഉണ്ട്. പക്ഷെ മൂന്നാമത്തവനെ നോക്കിയപ്പോ മൂന്നാമത്തവനിൽ 3 കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് 3യെ കിട്ടിയില്ല. അപ്പൊ 3 അങ്ങ് നമ്മൾ ഒഴിവാക്കി. മൂന്നാമത്തതിൽ 6നെ കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ കിടപ്പുണ്ട്, 6 കിടപ്പുണ്ട്. അപ്പൊ 3 6 ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 6 ആണ്. അടുത്തത് പറയാം. എ ഇന്റർസെക്ഷൻ ബി ഏതാണെന്ന് നോക്കി വെച്ചേ. എ ഇന്റർസെക്ഷൻ ബി വെൻ ഡയഗ്രം വന്നിട്ടുണ്ട് കേട്ടോ വരയ്ക്കാന്. വിനീത മോനെ പറഞ്ഞേടാ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോ ഏതൊക്കെ പോർഷൻ വരും? 3യും 6ഉം. വെരി ഗുഡ്. മനസ്സിലാവാത്തത് നോക്ക് മക്കളെ. എ ഇന്റർസെക്ഷൻ ബി. എ എന്ന് പറയുന്ന സർക്കിളിലെ പോർഷൻസ് എഴുതി വെച്ചു ഞാൻ, ബി എന്ന് പറയുന്ന സർക്കിളിൽ എഴുതി വെച്ചു. ഇന്റർസെക്ഷൻ ആയതൊരു കോമൺ നോക്കുക. എയില് ബിയിലും 3 ഉണ്ട് കോമൺ ആയിട്ട്, 6 ഉണ്ട് കോമൺ ആയിട്ട്. രണ്ടിലും അതെടുക്ക. ഒരു സെക്കൻഡ്. ആ പാല എടുക്കണ്ടേ? അത് വേറെ പിന്നെ അവന് ഞാൻ പിന്നെ വേറെ എടുത്തോളാം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞപ്പോ എന്താ? 3യും 6ഉം കോമൺ വന്നു. ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. 3യും ഷെയ്ഡ് ചെയ്തു, 6ഉം ഷെയ്ഡ് ചെയ്തു. മക്കളെ ഇനി ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് തന്നാൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി, അതൊരു ബ്രാക്കറ്റ്, ഇന്റർസെക്ഷൻ സി. ഇത് ചെയ്യാൻ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വെൻ ഡയഗ്രം വരയ്ക്കാമെന്ന് ഉറപ്പിക്കാം. എല്ലാവരും ശ്രമിച്ചു നോക്കിക്കേ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി, അതൊരു ബ്രാക്കറ്റില്, ഇന്റർസെക്ഷൻ സി. മക്കളെ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. നിങ്ങൾ ആദ്യം എ സൈഡിലേക്ക് എഴുതി വെക്കുക. എ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 2 7 6 8. 8 അല്ലല്ലോ, 2 7 6 3. ഇത്രയും പോർഷൻസ് ഒഴികെയുള്ളവനെയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. മെയിൻ മൊത്തത്തിനകത്തുനിന്ന് ഇത് ഞാൻ വെട്ടിക്കളയാണ്. 2 പോയി, 7 പോയി, 6 പോയി, 3 പോയി. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്നാ? 1 4 5 8 ആണ്. നോക്കാം. എ കോംപ്ലിമെന്റ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു. ബി എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ്? 3 4 5 6 ആണ്. സി എന്ന് പറഞ്ഞാൽ 5 6 7 8 ആണ്. നമുക്കറിയാം ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. ബ്രാക്കറ്റ് ചെയ്യുവാണ്. ഇവരുടെ യൂണിയൻ എടുക്കുക മീൻസ് ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതുമ്പോൾ 1 കാണും, 4 കാണും, 5 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്. 4 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 5 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 8 ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ യൂണിയൻ വരുന്നത്. ഈ വട്ടമിട്ട് വെച്ചേക്കുന്ന നമ്പറുകളെ സിയുമായി ഇന്റർസെക്ട് ചെയ്യുക. ഈ വട്ടമിട്ട് വെച്ചേക്കുന്നവരും ഇവിടെ ഉള്ളവരുമായിട്ട് കോമൺ ആരുണ്ട്? 5 ഉണ്ട് രണ്ടിടത്തും, 8 ഉണ്ട് രണ്ടിടത്തും, 6 ഉണ്ട് രണ്ടിടത്തും. അപ്പൊ ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻസ് 6 5 8. ഈ നമ്പറിങ് ഇടാൻ മനസ്സിലായോ മോന്? എന്താ ഓർഡറിൽ ഇടണമെന്നില്ല. ഇഷ്ടമുള്ള നമ്പറൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇടുക. ഇതിപ്പോ 1 2 3 ഇടണമെന്നില്ല. ABC ആണ് ABC, എന്തെങ്കിലും സിമ്പിൾസ് ആണ് സിമ്പിൾസ്. എ കോംപ്ലിമെന്റ് എഴുതിയത് മനസ്സിലായോ മക്കളെ? മനസ്സിലാവാത്തവരൊന്ന് ശ്രദ്ധിച്ച്, എന്നിട്ട് ആർക്കെങ്കിലും ക്ലിയർ ആയാലും ഒന്നുകൂടെ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ പറയണം മനസ്സിലായില്ല, എന്നാലേ എനിക്ക് അറിയത്തുള്ളതാ. എ എന്ന് പറഞ്ഞാൽ എന്താ? 2 3 6 7 ആണ്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ സംഭവത്തിൽ നിന്നും ഇത്ര ആളുകളെ മാറ്റി നോക്ക്. 2 3 6 7 ഇത്രയും പോയി കഴിഞ്ഞ് മിച്ചം എന്തൊക്കെയുണ്ട്? 1 4 5 8. 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്. ബി ഏതൊക്കെയാന്ന് പറ മോനെ. 2 3. ബി എന്ന് പറയുന്ന സർക്കിൾ ഇതേ കിടക്കുന്നു. ഈ സർക്കിളിനകത്ത് വരുന്ന നമ്പേഴ്സ് പറ. 4 3 6 5. 4 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്,
5 ഉണ്ട്. അടുത്ത സി ആ. എന്ന് പറയുന്ന സർക്കിളിനകത്ത് വരുന്നവര് സി നോക്കുക ഇത് 7 6 5 8. 7 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ബ്രാക്കറ്റ് ഇല്ല ചുമ്മാ നിരത്തി പിടിച്ചാണ് തരുന്നതെങ്കിൽ നമുക്ക് തോന്നിയ ഓർഡർ ചെയ്യാം. അതാണ് നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഒരു ഓർഡറും ഇല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഓർഡർ, അതാണ് യൂണിയനും ഇന്റർസെക്ഷനും പറഞ്ഞത്. പക്ഷേ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിനെ ആദ്യം ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിനെ ചെയ്യാം. എന്താ പറഞ്ഞേ? ഇതും ഈ ആദ്യത്തെ ആളെയും രണ്ടാമത്തെ ആളെയും കൂടെ യൂണിയൻ എടുക്കുക. യൂണിയൻ എടുക്കുക മീൻസ് ചേർത്ത് പറയുക. യൂണിയൻ എടുക്കുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരും മക്കളെ? 1 വരും. യൂണിയൻ ഇന്റർസെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കോമൺ എടുക്കുക. യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരെയും എഴുതുക. 1 എഴുതണം, 4 എഴുതണം, 5 എഴുതണം, 8 എഴുതണം. പിന്നെ 4 എഴുതേണ്ട കാര്യമില്ല, കാര്യം ഓൾറെഡി ഒരു 4 എഴുതി കഴിഞ്ഞു. 3 എഴുതണം, 6 എഴുതണം, പിന്നെ 5 എഴുതേണ്ട കാര്യമില്ല, കാര്യം ഓൾറെഡി 5 എഴുതി കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആണോ മോനെ? അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞു. ഇനി എന്താ? അപ്പൊ ഈ വട്ടം വിട്ട് വെച്ചേക്കുന്നവരാണ് നമ്മുടെ ബ്രാക്കറ്റിന്റെ ഉത്തരം. ഈ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നതും ഇനി സിയുമായിട്ടാ ചെയ്യാൻ പോകുന്നത്, ഇന്റർസെക്ഷൻ ചെയ്യാൻ പോവാ. ഈ റൗണ്ടിൽ കിടക്കുന്നവരും സിയിൽ കിടക്കുന്നവർക്കും കോമൺ ആയിട്ട്, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? 1 കോമൺ ആണോ? ഇല്ല. അല്ല. 4ഓ? 4 ഇല്ല. 5 ഉണ്ടോ? 5 ഉണ്ട്. അപ്പൊ ദേ കോമൺ ആയിട്ട് 5 ഉണ്ട്. 5നെ വന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചു. 8 ഉണ്ടോ കോമൺ ആയിട്ട്? ഉണ്ട്. അപ്പൊ 8നെ വന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചു. 3 ഉണ്ടോ കോമൺ ആയിട്ട്? ഇല്ല. 6 ഉണ്ടോ കോമൺ ആയിട്ട്? അപ്പൊ 6നെയും ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. മനസ്സിലായോ? എഴുതിയെടുക്ക് മക്കളെ. വേറെ ആർക്കേലും മനസ്സിലായില്ലെങ്കിൽ പറ. വെൻ ഡയഗ്രി വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാസ്റ്റ് ഒരെണ്ണം കൂടെ ചെയ്ത് അതും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നിർത്താം. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്ത് നല്ല തറവാക്കി എടുക്കാം. എ യൂണിയൻ ബി മൈനസ് സി, അതാണ് നമ്മുടെ ചോദ്യം. അടുത്തത് ഇതുകൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. മോനെ മ്യൂട്ട് മാറ്റണ്ട. എ എന്ന് പറയുമ്പോ ആരൊക്കെ ചേരുന്നതാ? ഫിഗർ നോക്കി പറ. 2 3 6 7. 2 3 6 7. എ യൂണിയൻ ബി മൈനസ് സി എന്നല്ലേ പറഞ്ഞേ. എ എന്ന് പറയുമ്പോഴത്തേന് 2 3 6 7. അടുത്തത് ബി എന്ന് പറയുമ്പോ ഏതൊക്കെയാ? 4 3 6 5. 4 3 6 5. സി എന്ന് പറയുമ്പോഴോ? 7 6 5 8. 7 ഉണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ. ആദ്യം ആര് ചെയ്യണം? എ യൂണിയൻ ചെയ്യണോ ബി മൈനസ് സി ചെയ്യണോ? ബി മൈനസ് സി. ബി മൈനസ് സി ചെയ്യണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി മുന്നേ പറഞ്ഞോളൂ, ബ്രാക്കറ്റിലുള്ളവര്. മൈനസ് ഓപ്പറേഷൻ ഓർമ്മയുണ്ടോ? മൈനസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തതിൽ നിന്നും രണ്ടാമത്തവനെ വെട്ടിക്കളയുക, ശേഷം ആദ്യത്തതിൽ എന്തൊക്കെ മിച്ചമുണ്ടോ അതാണ് എ മൈനസ് ബി മൈനസ് സി. എടുക്കൂ. ബി എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമാണ്. സിയിലുള്ളവരെ വെട്ടിക്കളയാം. 7 വെട്ടിക്കളയാൻ ഇവിടെ ഉണ്ടോ? ഇല്ല. 6 വെട്ടിക്കളയാൻ വേണ്ടേ? 6നെ വെട്ടിക്കളഞ്ഞു. 8 വെട്ടിക്കളയാൻ ഇവിടെ ഇല്ല. 5 വെട്ടിക്കളഞ്ഞു. കണ്ടോ? ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളവനെ ബിയിൽ നിന്നും വെട്ടിക്കളഞ്ഞു. മിച്ചം എന്തൊക്കെയുണ്ട്? 4ഉം 3യേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബി മൈനസ് സിയുടെ ഉത്തരം 4ഉം 3യും ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ആൻസർ കിട്ടി. അതിനെ ഇനി എന്ത് ചെയ്യണം? എയുമായി യൂണിയൻ ചെയ്യണം. യൂണിയൻ ചെയ്യുക മീൻസ് ചേർത്ത് വായിക്കുകയല്ലേ. അപ്പം 4 ഉണ്ട്, 3 ഉണ്ട്. പിന്നെ ആരെ എടുക്കണം? 2 എഴുതണം. 3 എഴുതണോ? വേണ്ട. കാര്യം ഓൾറെഡി എഴുതി. 6 എഴുതണോ? വേണ്ട. 6 എഴുതണം മോനെ. യൂണിയൻ എടുക്കാനല്ലേ പറഞ്ഞേ. യൂണിയൻ എടുക്കുക മീൻസ് എല്ലാവരെയും എഴുതുക. യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എഴുതുക. ഈ ബ്രാക്കറ്റിന്റെ ആൻസർ ആയിട്ട് കിട്ടിയതാണ് ഇവിടുത്തെ ബ്ലൂ സർക്കിൾ. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ആൻസറിനെ എഴുതി. ഇനി നമ്മൾ എ എഴുതാൻ പോവാ. എ എന്ന് പറയുന്നത് 2 ഉണ്ട്, എഴുതി. 3 ഉണ്ട്, പക്ഷെ 3 എഴുതാൻ വരുമ്പോ നോക്കിയപ്പോ ഓൾറെഡി 3 എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ 6 ഉണ്ട്, ദെൻ 7 ഉണ്ട്, എഴുതി. അത്രയേ ഉള്ളൂ. ഏതൊക്കെയാ? 2 3 4. 2 ഷെയ്ഡ് ചെയ്ത് കാണിച്ചു.
3 ഷെയ്ഡ് ചെയ്ത് കാണിച്ചു, 4 ഷെയ്ഡ് ചെയ്ത് കാണിച്ചു, 6 ഷെയ്ഡ് ചെയ്ത് കാണിച്ചു, 7 ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? മനസ്സിലായി. ഇതുകൂടെ വരച്ചെടുക്ക് മക്കളെ. അപ്പൊ വെൻ ഡയഗ്രം ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി നമ്മൾ വേർഡ് പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. വേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ വെൻ ഡയഗ്രത്തെ നമുക്ക് യൂസ് ചെയ്തും ചെയ്യാം. ചാപ്റ്റർ ഇന്നുകൊണ്ട് തീരും കേട്ടോ. നാളെ നാളെയല്ല, സൺഡേ ഒരു കുറച്ച് പ്രീവിയസ്, ഒരു മൂന്ന് കൊല്ലത്തെ അല്ലെ മാക്സിമം ഒരു 4 കൊല്ലത്തെ പ്രീവിയസും കൂടെ എടുത്ത് നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യും കേട്ടോ. വരച്ചു കഴിഞ്ഞല്ലോടെ മക്കളെ? തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കേ. കഴിഞ്ഞു മിസ്. ഓക്കെ, ഇനിയുള്ളത് വേർഡ് പ്രോബ്ലംസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ക്വിസ് കോമ്പറ്റീഷൻ അല്ല, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ കണ്ടിട്ടുള്ളതാണ്. 10 പേർക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ്, 30 പേർക്ക് മലയാളം ഇഷ്ടമാണ്, 14 പേർക്ക് രണ്ട് ലാംഗ്വേജ് ഇഷ്ടമാണ്, മൊത്തം ഒരു എത്രയെങ്കിലും പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട്? അങ്ങനത്തെ ചോദ്യം. അല്ലെങ്കിൽ ക്ലാസ്സിൽ മൊത്തം 30 പേരുണ്ട്, അവരിൽ 10 പേര് 10 പേര് ഇംഗ്ലീഷ് റെസിറ്റേഷൻ ചേർന്നു, 20 പേര് മലയാളം റെസിറ്റേഷൻ ചേർന്നു, 4 പേര് രണ്ടിനും ചേർന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ ഒന്നിനും ചേരാത്ത കുട്ടികൾ എത്ര? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ? അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കുക. ക്വസ്റ്റ്യൻ കയറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം മക്കളെ. അപ്പോൾ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. 2 ഇക്വേഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എയിലുള്ളവരെ എല്ലാവരെയും നമ്മൾ എഴുതും, ബിയിലുള്ളവരെ എല്ലാവരെയും എഴുതും, എന്നിട്ട് ആ കോമൺ ആയിട്ടുള്ളവരെ ഒരു തവണ അങ്ങ് എഴുതാതിരിക്കും. അതല്ലേ ചെയ്യുന്നത്? എക്സാമ്പിൾ നോക്ക്. എ എന്ന് പറയുന്ന സെറ്റ് ABCD ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് AEIOU ആണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ABCD, പിന്നെ എ എഴുതേണ്ട കാര്യമില്ല, EIOU ഇതാണ്. അപ്പൊ ഈ എ യൂണിയൻ ബി എങ്ങനെ എഴുതിയത് നോക്ക്. എയിൽ എത്ര പേരുണ്ട്? 1 2 3 4. എയിൽ 4 പേരുണ്ട്. അപ്പൊ എനിക്ക് എഴുതാം N(A) = 4. ബിയിൽ 5 പേരുണ്ട്. അപ്പൊ എനിക്ക് എഴുതാം N(B) = 5. നമ്മുടെ ലോജിക്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും ചേർത്ത് എഴുതുകയാണ്. രണ്ടുപേരും ചേർത്ത് എഴുതിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ 9 പേര് വരണമായിരുന്നു. പക്ഷെ നമ്മൾ എഴുതിയപ്പോൾ 1 2 3 4 5 6 7 8 ഉള്ളൂ. അപ്പൊ ഈ 9 ബാലൻസ് ചെയ്യിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നോക്കുക. കോമൺ ആയിട്ട് എത്ര പേരുണ്ട്? എ യൂണിയൻ ബി, കോമൺ ആയിട്ട് ആരുണ്ട്? എ മാത്രമുണ്ട്. അപ്പം N(A) ഇന്റർസെക്ഷൻ ബി എന്ത് വന്നു? 1 വന്നു. നോക്കിക്കേ മക്കളെ, ഇൻഡിവിജ്വലി കൂട്ടിയതിനു ശേഷം കോമൺ ഉള്ളവനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോഴല്ലേ ഇത് കിട്ടിയത്. 5 4 9. 9ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 8. അപ്പൊ ഇക്വേഷൻ ഇതാണ്, വെരി 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 ഇമ്പോർട്ടന്റ്. N(A) യൂണിയൻ ബി = N(A) പ്ലസ് N(B) മൈനസ് N(A) ഇന്റർസെക്ഷൻ ബി. നല്ലതായിട്ട് മനസ്സിൽ കയറ്റിക്കോണം. 2 പേരെ യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിലെ എണ്ണം എന്ന് പറയുന്നത് N(A) യൂണിയൻ ബി = N(A) പ്ലസ്. ഒന്നുകൂടെ പറയാം, വേറെ എക്സാമ്പിൾ വെച്ച് പറയാം. ഈ ഇക്വേഷൻ ആദ്യം ശ്രദ്ധിക്കുക. N(A) യൂണിയൻ ബി = N(A) പ്ലസ് N(B) മൈനസ് N(A) ഇന്റർസെക്ഷൻ ബി. നമ്മൾ 2 സെറ്റ് എടുക്കുന്നു. P = സെറ്റ് 1 2 3 4 5. Q = സെറ്റ് 1 2 5 7 9 11 30. P യൂണിയൻ Q = യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് എഴുതുക എന്നാ പറഞ്ഞത്. ചേർത്ത് എഴുതുക. ആദ്യത്തെ സെറ്റിന് ഞാൻ എഴുതി 1 2 3 4 5. രണ്ടാമത്തെ സെറ്റിനെ എഴുതാൻ 1 എഴുതാൻ വന്നപ്പോൾ 1 ഒന്ന് റിപ്പീറ്റ് ചെയ്താന്ന് പറഞ്ഞ് എഴുതിയില്ല. 2 ഒന്ന് റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എഴുതിയില്ല. 5 റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എഴുതിയില്ല. പിന്നെ മിച്ചം 7 9 11 30.
ഞാൻ പി ഇന്റർസെക്ഷൻ ക്യൂ കൂടെ കണ്ടുപിടിക്കുക. രണ്ടുപേർക്കും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. ഇനി ഇതിനെ ഞാൻ നമ്പേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാ. പിയിൽ എത്ര പേരുണ്ട്? എൻ ഓഫ് പി ഈസ് ഈക്വൽ ടു 5 പേരുണ്ട്. ക്യൂവിൽ എത്ര പേരുണ്ട്? എൻ ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 7 പേരുണ്ട്. എൻ ഓഫ് പി യൂണിയൻ ക്യൂ, യൂണിയൻ എടുക്കുന്ന ഒരു നമ്മളിപ്പോ നമുക്ക് ലോജിക്ക് അറിയാം. ലോജിക്ക് അറിയാത്തൊരുത്തരോട് നമ്മൾ പറയാണ് യൂണിയൻ എടുക്കുക മീൻസ് ചേർത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ അവൻ വിചാരിക്കും പിയിൽ 5 പേരുണ്ട്, ക്യൂവിൽ 7 പേരുണ്ട്, അപ്പൊ ചേർത്ത് എഴുതിയാൽ 7 5 12 പേര് വേണം. അങ്ങനെയാണ് അവർ വിചാരിക്കാൻ പോകുന്നത്. കാര്യം നമ്മൾ അവരോട് ഇത്രേ പറഞ്ഞു കൊടുത്തുള്ളൂ, ചേർത്ത് എഴുതുക എന്നേ പറഞ്ഞുള്ളൂ. റിപ്പിറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ള വാക്ക് അവരോട് പറഞ്ഞില്ല. അപ്പൊ അവരുടെ മനസ്സിൽ എന്താ? ചേർത്ത് എഴുതിയാൽ 7 5 11 വരണ്ടേന്ന് അവർ വിചാരിക്കും. 7 5 11 വരണ്ടേന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളപ്പോ എന്നാ അവരെ എണ്ണി കാണിക്കുക. നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 9 പേരേ ഉള്ളൂ. അപ്പൊ അവർ പറയില്ല, ഞാൻ നോക്കിയിട്ട് പിയിൽ 5 പേരും ക്യൂവിൽ 7 പേരും ഉണ്ട്, അവരെ ചേർത്ത് എഴുതിയാൽ 11 പേര് വരുമെന്ന് പറയും. അപ്പൊ നമ്മൾ അവരോട് പറയും, നിങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ റിപ്പിറ്റേഷൻ വന്ന് അവരെ അങ്ങ് ഒഴിവാക്കിയേക്കണം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ ആ കോമൺ ആയിട്ടുള്ളവരെ ഒറ്റ തവണ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുന്നേ, നോക്ക്, ഈ 2 സെറ്റിലും 3 പേര് കോമൺ ആണ്. 3 പേര് കോമൺ ആണ്. അപ്പൊ അവർക്ക് മനസ്സിലാകും, അപ്പൊ ഈ 11 നിന്ന് 3 പേരെ അങ്ങ് കുറച്ചേക്കണം. അപ്പൊ അവർക്ക് അവരുടെ ആൻസർ കിട്ടും 8. എന്നിട്ട് അവർ നോക്കി ശരിയായി. അപ്പൊ നോക്കാം, അവിടെ നമ്മൾ എന്താ ചെയ്തേ? ആദ്യം 7ഉം 5ഉം കൂടെ കൂട്ടി. 7 എന്ന് പറഞ്ഞാൽ എൻ ഓഫ് പി ആണ്, 5 എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ക്യൂ ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? 3 കുറച്ചു, എൻ ഓഫ് പി ഇന്റർസെക്ഷൻ ക്യൂ ആണ്. മനസ്സിലായോടാ? ആ, ഇക്വേഷൻ എഴുതിയിട്. ഇക്വേഷൻ ഇതിട്ട് എഴുതണ്ട, എല്ലാരും തന്നെത്താനെ എഴുത്. ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ എഴുത്, തന്നെ എഴുത്. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു എന്ത് വരുമെന്ന് തന്നെ എഴുത്. നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഞാൻ എഴുതിത്തരാം. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ, യൂണിയന്റെ പരിപാടി എന്തുവാന്ന് നോക്കണം. എക്സ് എഴുതുന്നു, വൈ എഴുതുന്നു, കോമൺ ആയിട്ടുള്ളവനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇക്വേഷൻ ഇങ്ങനെ വരും. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ പ്ലസ് അല്ല മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഇങ്ങനെയാണോ എഴുതിയേ മക്കളെ? അടുത്ത പറയുവാണേ. അപ്പൊ പിന്നെ 3 പേര് വന്നാൽ എങ്ങനെ ഇരിക്കും? 3 പേര് വന്നാലുള്ളതിന് ഒരു ഡെറിവേഷൻ ഉണ്ട്. അത് വേണേ ഇപ്പൊ എനിക്ക് പറയാം, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. 3 പേരുടെ ഡെറിവേഷൻ ഒന്നും ചോദിക്കില്ല. 3 പേരുടെ ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ഇക്വേഷൻ ഇതാ. ഇതുവരെ വന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മേ ബി വരാം. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഓരോരുത്തരെ വീതം കൂട്ടുക. എൻ ഓഫ് എ കണ്ടുപിടിക്കുക. എൻ ഓഫ് എയും എൻ ഓഫ് ബിയും എൻ ഓഫ് സിയും തമ്മിൽ കൂട്ടുക. എന്നിട്ട് പെയർ ചെയ്ത് നോക്കുക. എ ബി, എ സി, ബി സി. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കുക. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി കുറയ്ക്കുക. എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി കുറയ്ക്കുക. അപ്പം ഓരോരുത്തരെ വീതം കൂട്ടി 2 പേരെ വീതം പെയറിങ് കുറച്ചു. ഇനി 3 പേരുടെ പെയറിങ് കൂട്ടണം. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നവനെ ആഡ് ചെയ്തെടുക്കണം. ഈ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എഴുതി വെക്കും മക്കളെ. നമ്മൾ ജനറലി ഈ ഇക്വേഷനെ വല്ലാണ്ട് യൂസ് ചെയ്യാൻ പോകുന്നില്ല. 3 പേരെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കാനേ ശ്രമിക്കത്തുള്ളൂ. പ്രോബ്ലം ചെയ്തു തുടങ്ങാം നമുക്ക്. ഞാൻ വെൻ ഡയഗ്രം യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കോമൺ പോർഷൻ ഇന്റർസെക്ഷനെ കുറിച്ച് എനിക്ക് ഇന്റർസെക്ഷൻ അറിയാമെങ്കിൽ മാത്രം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വെൻ ഡയഗ്രം യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോ വെൻ ഡയഗ്രം യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
നമ്മൾ എപ്പോഴും നോക്കാം നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വെൻ ഡയഗ്രത്തിലേക്ക് കയറുന്നതായിരിക്കും ഈസി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു തരണം കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ. 2020 മുതൽ അങ്ങോട്ട് പുറകിലേക്ക് നോക്കിയ എല്ലാ കൊല്ലവും 3 മാർക്ക്, മിനിമം 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇത്. ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് എക്സ് ആൻഡ് വൈ, മകളെ NCERT-യിലെ എക്സസൈസ് 1.6 പറഞ്ഞ ഇതാണ്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 സെറ്റ്സ്, അവിടെ കിടന്നോട്ടെ, അവർ വെക്കുന്ന ഡേറ്റാസ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുക. n ഓഫ് എക്സ് തന്നു, അപ്പൊ ഞാൻ എഴുതുക n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 17. n ഓഫ് വൈ തന്നു, അപ്പൊ ഞാൻ എഴുതുക n ഓഫ് വൈ ഇസ് ഈക്വൽ ടു 23. അടുത്തത് n ഓഫ് എക്സ് യൂണിയൻ വൈ തന്നു, n ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു 38. ചോദ്യം n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്. n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. മക്കളെ ഇക്വേഷൻ എഴുതി വെക്കുക. എന്താണ് ഇക്വേഷൻ? n ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു n ഓഫ് എക്സ് എ പ്ലസ് n ഓഫ് വൈ മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ്. യൂണിയന്റെ ആൻസർ അറിയാം, ഇട്ട് കൊടുക്കുക. n ഓഫ് എക്സ് അറിയാം, ഇട്ട് കൊടുക്കുക. n ഓഫ് വൈ അറിയാം, ഇട്ട് കൊടുക്കുക. n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ അറിയത്തില്ല, അവിടെ കിടക്കട്ടെ. റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്തോ. എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയില്ല എന്ന് പറഞ്ഞത് താഴേക്ക് വരുന്തോറും കണ്ടോ കഥ പോലാ പറയുന്നത്. അതുപോലെ കഥ പോലെ പറയുന്ന ക്വസ്റ്റ്യനുകളെ അവർ ചോദിക്കൂ. ഇത് ഡയറക്റ്റ് കയറി ചോദിച്ചതാ. 10, 30, 40, 2 വരും. നോക്ക് മക്കളെ, n ഓഫ് എക്സ് യൂണിയൻ വൈ അവര് തന്നു 38 ആണ്. അപ്പൊ നമ്മൾ എഴുതി 38 is equal to n ഓഫ് എക്സ് അവര് തന്നു 17, n ഓഫ് വൈ അവര് തന്നു 23 മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അപ്പൊ നമ്മൾ എഴുതി 38 is equal to 17, 23 കൂടെ 40 ആയി. 40 മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഈ മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ അപ്പുറം വരുമ്പോ പ്ലസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആവും. n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 40 ഉണ്ടായിരുന്നു, പ്ലസ് 38 അപ്പുറം വരുമ്പോ മൈനസ് 38 ആകും. 40 38 പോയി കഴിഞ്ഞാൽ 2. മക്കളെ ചെയ്ത് കഴിയണവര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ചെയ്ത് പൊക്കോണം കേട്ടോ. നിങ്ങൾക്ക് തന്നെത്താനെ മനസ്സിലാകും നിങ്ങൾ ചെയ്തേക്കുന്ന. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞുതരാം. അപ്പൊ നീ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെത്താനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവര് പറഞ്ഞെന്താ, എക്സ് ആൻഡ് വൈ ആർ 2 സെറ്റ്സ്. എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. എക്സ് യൂണിയൻ വൈ ഹാസ് 18 എലമെന്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? n ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു, വിനീതി ആയിരുന്നോ ചോദിച്ചേ? അല്ല, കൃഷ്ണ. കൃഷ്ണ. മോനെ നീ മ്യൂട്ട് മാറ്റിയത്. എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു 18 എന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായല്ലോ. മനസ്സിലായി. ഇതിന്ന് പറയാം എക്സ് ഹാസ് 8 എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? n ഓഫ് എന്താണ്? n ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 8. ബാക്കി വായിച്ചോ. ആൻഡ് വൈ ഹാസ് 15 എലമെന്റ്സ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n ഓഫ് വൈ ഈസ് ഈക്വൽ ടു 15. ഇക്വേഷൻ പറ മോനെ. n ഓഫ് എക്സ് യൂണിയൻ വൈ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതാം നമുക്ക്. n ഓഫ് എക്സ് പ്ലസ് n ഓഫ് വൈ മൈനസ് n ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അവരുടെ ചോദ്യം എന്താണ്? എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ എത്ര പേരുണ്ട്? അപ്പൊ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഇടാം. എക്സ് യൂണിയൻ വൈ എത്ര? 18. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 18 is equal to 18 എഴുതി, is equal to അതുപോലെ എഴുതി. n ഓഫ് എക്സിന് പകരം എന്തിടാം? 8.
പ്ലസ് അതുപോലെ ഇട്ടു. എൻ ഓഫ് വൈക്ക് പകരം എന്തിടാം? 15 മൈനസ് ഇട്ടു. എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈയെ അതുപോലെ എഴുതാം. കാര്യം അവന്റെ ഉത്തരം എന്നാന്ന് അറിയാൻ മേല. എഴുതി 18 അതുപോലെ എഴുതി. ഈസ് ഈക്വൽ ടു 15 പ്ലസ് 8 എത്ര വരും? 23 എന്ന് വരും. 23 മൈനസ് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈയെ അതുപോലെ എഴുതി. ഇനി റീഅറേഞ്ച് ചെയ്. ഒന്നുകിൽ ഈ 23നെ അപ്പുറം കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ വേരിയബിളിനെ അപ്പുറം കൊണ്ടുപോകാം. 23 ഇവിടെ കിടക്കുകയും ചെയ്യട്ടെ. തൽക്കാലം ഞാൻ 23 അപ്പുറം കൊണ്ടുപോകാം. 23 അപ്പുറം പോയാൽ 18 മൈനസ് 23 ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. 18 23 പോയാൽ എത്ര? -5 അല്ലേ? -5 is equal to minus n of x intersection y. മൈനസും മൈനസും വെട്ടിപ്പോ n of x intersection y is equal to 5 എന്ന് കിട്ടും. മനസ്സിലായി. എഴുതിയെടുത്തോ മക്കളെ? ആർക്കേലും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. ഇനി നിങ്ങൾ ഒന്നുകിൽ ക്വസ്റ്റ്യൻ കറക്റ്റ് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക ഇപ്പൊ തന്നെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സസൈസ് നമ്പർ മാത്രം, എക്സസൈസ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും ഇട്ടു പോവുക. പക്ഷെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ കയറ്റണം. ക്വസ്റ്റ്യൻ ഇല്ലാതെ ആൻസർ മാത്രം കിടന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഞാൻ ആരെയും വിളിക്കാം. ജോസ്ന വിളി. മോനെ മ്യൂട്ട് മാറ്റടാ. ക്വസ്റ്റ്യൻ കണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ. ഓരോന്നും എന്താന്ന് പറയണേ. ഇനി മുതൽ അവർ യൂണിയൻ എന്നൊന്നും എടുത്തു പറയത്തില്ല. 250 സ്പീക്ക് ഹിന്ദി, 200 സ്പീക്ക് ഇംഗ്ലീഷ്. ഹൗ മെനി സ്പീക്ക്? മോനെ മ്യൂട്ട് ആക്കിക്കോടാ. എന്തോ മൈക്രോഫോൺ എന്തോ കുഴപ്പമുണ്ട്. ചോദ്യം ഇതാണ്. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ. അപ്പൊ 400 പേരുണ്ട്. അതിനകത്തെ 250 പേര് ഹിന്ദി സംസാരിക്കുന്നുണ്ട്, 200 പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അവരുടെ ചോദ്യം, ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്? മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബോത്ത് എന്ന വാക്ക് വന്നാലും ആൻഡ് എന്ന വാക്ക് വന്നാലും അതിന്റെ മീനിങ് ഇന്റർസെക്ഷൻ എടുക്കുക എന്നുള്ളതാ. ഓർ എന്ന വാക്ക് വന്നാൽ അറ്റ്ലീസ്റ്റ് വൺ, ഓർ എന്ന വാക്കോ അറ്റ്ലീസ്റ്റ് വൺ എന്ന വാക്കോ വന്നാൽ അതിന്റെ മീനിങ് യൂണിയൻ എടുക്കുക എന്നുള്ളതാ. ബുക്കിന്റെ സൈഡിൽ ഒരു കോളത്തിലോട്ട്, സൈഡിൽ ഇടണ്ട, അല്ലാതെ തന്നെ കോളത്തിലോട്ട് മനസ്സിലാവണ ഭാഷയിൽ എഴുതി വെച്ചോ. അത് ബോത്ത് ആൻഡ് ഇത് എന്താണ്? ഇന്റർസെക്ഷനെയാണ് ഇംപ്ലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർ, അറ്റ്ലീസ്റ്റ് വൺ, ഈ രണ്ട് വാക്കും യൂണിയനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പറയുവാണേ. അപ്പം നല്ലതായിട്ട് മനസ്സിൽ ഉറപ്പിച്ചോണം. ബോത്ത് ഇന്റർസെക്ഷൻ, ആൻഡ് ഇന്റർസെക്ഷൻ. അപ്പൊ ഇന്റർസെക്ഷൻ ഇംപ്ലിക്കേഷൻസ് രണ്ടെണ്ണമാണ്. ബോത്ത് എന്ന വാക്കും ആൻഡ് എന്ന വാക്കും. ഇനി ഓർ എന്ന വാക്കോ അറ്റ്ലീസ്റ്റ് വൺ എന്ന വാക്കോ വന്നാൽ അത് യൂണിയനെ പറ്റിയുള്ള ചോദ്യമായിരിക്കും. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ അവരുടെ ചോദ്യം എച്ച് ഇന്റർസെക്ഷൻ ഇ എത്രയാണെന്നാണ്. നമ്പർ ഓഫ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ബിയിലെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ പറയുന്നു ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നില്ല, ആരെങ്കിലുമൊക്കെ ഇത് രണ്ടും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്, എൻ ഓഫ് യു ആയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇപ്പൊ വേണ്ട പറയുവാണ് 400 പേര് മൊത്തം ഒരു കോളനി താമസിക്കുന്നു, 250 പേര് ചായ കുടിക്കുന്നവരാണ്, 200 പേര് കോഫി കുടിക്കുന്നവരാണ്, ഒരു 50 പേർക്ക് ഈ രണ്ട് ബിവറേജസ് ഇഷ്ടമല്ലാത്തവരാണ്. അങ്ങനെയെങ്കിൽ മൊത്തം എത്ര പേര് രണ്ടും കുടിക്കുന്നുണ്ട്? അങ്ങനെയുള്ള ചോദ്യം വന്നാൽ, എന്തെങ്കിലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വലിയ നമ്പറിനെ നമ്മൾ എൻ ഓഫ് യു അഥവാ യൂണിവേഴ്സൽ സെറ്റ് ആയാണ് എടുക്കുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല എങ്കിൽ ഇതിനെ നമ്മൾ യൂണിയൻ ആയിട്ട് എടുക്കണം.
അപ്പൊ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് N of H union E ആണ്. അപ്പൊ തന്നേക്കുന്ന ഡേറ്റ വെച്ചിട്ട് പ്രോബ്ലം ചെയ്തു തുടങ്ങിയാൽ ഇങ്ങനെ വരും. N of H union E is equal to എന്താണ് 400 ആണ്. എഴുതി വെക്കണം. H എന്ന് വന്നാൽ people who speak ഹിന്ദി, E എന്ന് പറഞ്ഞാൽ people who speak English. അപ്പൊ N of H union E കിട്ടി. കാര്യം 400 മുഴുവൻ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ സംസാരിക്കാത്തവരായിട്ട് ആരും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അടുത്തത് N of H ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണം 250 എന്നറിയാം. N of E 200 ആണെന്നറിയാം. ചോദ്യം ബോത്ത് ആണ്. ബോത്ത് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. H ഇന്റർസെക്ഷൻ E എത്ര? കണ്ടുപിടിച്ചോ? തന്നെ താനെ എല്ലാരും ശ്രമിച്ചു നോക്ക്. ഞാൻ എന്തായാലും ചെയ്ത് കാണിച്ചു തരും, പക്ഷെ നിങ്ങൾ ശ്രമിച്ചു നോക്കണം. കൃഷ്ണ പറഞ്ഞ മോനെ ആൻസർ എന്താ? 50. അതെ 50. കാര്യം എന്താ? N ഓഫ് ഇക്വേഷൻ ഇങ്ങനെ വരും. H യൂണിയൻ E ഈസ് ഈക്വൽ ടു N ഓഫ് H പ്ലസ് അടുത്തവർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. 50 കിട്ടിയവരൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. 50 കിട്ടാത്തവര് ശ്രദ്ധിക്കും. E മൈനസ് N ഓഫ് H ഇന്റർസെക്ഷൻ E. വാല്യൂസ് ഇടുമ്പോ 400 is equal to 250 plus 200 minus N of H intersection E. ഇങ്ങനെ കിട്ടും. 400 is equal to 450 minus N of H intersection E. റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ആലോചിക്കുക. 450 എന്തോ കുറച്ചാലാ 400 കിട്ടാൻ പോന്നെ, 50 കുറച്ചാലാ കിട്ടാൻ പോന്നെ. അപ്പൊ N of H intersection E എന്ന് പറഞ്ഞാൽ 50 ആണ്. മക്കളെ മനസ്സിലാവാത്ത ആരേലും ഉണ്ടെ പറഞ്ഞേക്കണം കേട്ടോ. 3 മാർക്ക് പോയി കിട്ടും. അല്ലെങ്കിൽ ആ 3 മാർക്ക് വലുതാണ്. നിങ്ങൾക്ക് ഇതറിയാവോ? +1 നിങ്ങൾ ജയിക്കാൻ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ +2 എന്താ ചെയ്യണം? ആ മാർക്ക് കൂടെ ചേർത്ത് എഴുതിയെടുക്കേണ്ടി വരും. എന്നിട്ടും കിട്ടിയില്ല എങ്കിൽ അവരൊരു ചാൻസ് തരും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 1 വർഷം കഴിഞ്ഞ് +1 എഴുതണം, +2 എഴുതണം. അങ്ങനെ 2 വർഷവും ഒരേ കൊല്ലം പഠിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ തന്നെ മക്കൾ അങ്ങ് പഠിച്ചോ. സെക്കൻഡ് ഇയറിൽ ഭയങ്കര പാടായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ. ഫസ്റ്റ് ഇയറിൽ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ നല്ലതായിട്ട് പഠിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഇഫ് S and T are 2 sets, അത് ചെയ്തോ. 4th ക്വസ്റ്റ്യൻ 42. നോക്കാം. S has 21 element. N of S is equal to 21. T has 32. N of T is equal to 32. S intersection T. അപ്പൊ N of S intersection T has 11 element. ചോദ്യം N of S union T ആണ്. നമുക്കറിയാം N of S union T എന്ന് പറഞ്ഞാൽ N of S 21 plus N of T 32 minus N of S intersection T 11 എന്ന് വരും. 21 30 51 53 53 11 പോകും. 53 10 43 42 40. മക്കളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 5th ക്വസ്റ്റ്യനിലോട്ട് വരുക. വേണ്ട, 5th ക്വസ്റ്റ്യൻ ഒക്കെ ഹോംവർക്ക്, അതെല്ലാം സെയിം ടൈപ്പ് ആണ്. ഈ ഒരേ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. 5th ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്ക്. എക്സ് വൈ, എക്സിൽ എലമെന്റ് N of X തന്നിട്ടുണ്ട്, X യൂണിയൻ Y തന്നിട്ടുണ്ട്, X ഇന്റർസെക്ഷൻ Y തന്നിട്ടുണ്ട്. അപ്പൊ എന്താ? Y ആണ് മിസ്സിങ്. N of X യൂണിയൻ Y is equal to N of XA plus N of Y minus N of X intersection Y. അതിലതേ ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ N of Y സുഖമായി കിട്ടും. അതിലൊന്നും വലിയ ലോജിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. അപ്പൊ 5th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഹോംവർക്ക് ചെയ്തിട്ട് ആൻസർ കൺഫേം ചെയ്യാൻ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ എടുക്കുക. ബാക്കിൽ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ എക്സസൈസ് നമ്പർ കണ്ടുപിടിക്കുക 1.5. അതില് 5th ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ 5th ക്വസ്റ്റ്യൻ നോക്കുക. അതിന്റെ നേരെ ആൻസർ ഉണ്ടാവും കേട്ടോ. ഫുൾ ആൻസർ ഒന്നും കാണത്തില്ല, ലാസ്റ്റത്തെ ആ നമ്പർ മാത്രം കാണും.
സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്ക്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ് മക്കളെ, തന്നെത്താനെ ചെയ്. എന്നിട്ട് ഞാൻ ചോദിക്കണവര് കിട്ടിയെങ്കിൽ പറയണം, കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കാം. എത്ര മോനെ? മക്കളെ ശ്രദ്ധിക്ക്. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 70 പീപ്പിൾ. മ്യൂട്ടാക്കിക്കോ. 70 പേരുണ്ട്. മൊത്തം 70 എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, ഞാൻ ഒറ്റടിക്ക് എഴുതിയില്ല യൂണിയൻ ആണെന്ന്. ഞാൻ ആലോചിച്ച് നിൽക്കുക യൂണിയൻ ആണോ യൂണിവേഴ്സൽ ആണോ എന്ന്. അത് തീരുമാനിക്കുന്നത് ആരെങ്കിലും ചെയ്യുന്നില്ല, ഇല്ല 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 എന്നുള്ളത് ചേർത്തുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷമേ ഞാൻ നൊട്ടേഷൻസ് കൊടുക്കൂ. അവര് പറഞ്ഞു 70 പേരുണ്ട്, അതിൽ 37 പേർക്ക് കോഫിയാണ് ഇഷ്ടം. അപ്പൊ കോഫി ഇഷ്ടമുള്ളൊരു 37 പേരുണ്ട്. 52 ലൈക്ക് ടീ, 52 പേർക്ക് ടീ ഇഷ്ടമാണ്. ബാക്കി വായിച്ചോ. ഈച്ച് പേഴ്സൺ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഡ്രിങ്ക്, എല്ലാവർക്കും ഏതെങ്കിലും ഒരാളെങ്കിലും ഇഷ്ടമാണ്. ഈച്ച് പേഴ്സൺ ലൈക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡ്രിങ്ക്, മിനിമം ഒരു ഡ്രിങ്കെങ്കിലും ഇഷ്ടമുള്ളവരാണ്. അല്ലാതെ ചായ കുടിക്കാത്തയും കോഫി കുടിക്കാത്തയും ആയിട്ട് ആരും അവിടെ ഇല്ല. എല്ലാവർക്കും ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇതെന്ന് പറഞ്ഞാൽ സി ഇന്റർസെക്ഷൻ ടി, സി ഇന്റർസെക്ഷൻ അല്ല, സി യൂണിയൻ ടി ആണ്. അപ്പോൾ ഗിവൺ ഡേറ്റാസ് എഴുതാം. എൻ ഓഫ് കോഫി യൂണിയൻ, ഞാൻ കോഫിനെ സിംപ്ലിഫൈഡ് ആക്കി സി കാണിച്ചെന്നുള്ളെ. എൻ ഓഫ് കോഫി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു 70 എന്ന് കിട്ടി. എൻ ഓഫ് കോഫി 37, എൻ ഓഫ് ടി 52. ഇക്വേഷൻ എഴുതുക. എൻ ഓഫ് സി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. അതിലെ സി യൂണിയൻ ടി എത്രാന്ന് എഴുതി 70 ഇസ് ഈക്വൽ ടു എൻ ഓഫ് സി എഴുതി എത്ര 37 പ്ലസ് എൻ ഓഫ് ടി നോക്കി അറിയാം 52 മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. എന്തെഴുതാം? 70 ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പം 80 89 എന്ന് കിട്ടും. 89 മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. ഈ പ്ലസ് 89 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 89 ആകും. അപ്പൊ 70 മൈനസ് 89 ഇസ് ഈക്വൽ ടു മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. 70 89 കുറച്ചാൽ മൈനസ് 19. മൈനസ് 19 ഇസ് ഈക്വൽ ടു മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. മൈനസും മൈനസും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു 19. രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം 19. ഇതാണോ ശ്രീലക്ഷ്മി കിട്ടിയത്? അതെ. കൃഷ്ണ കിട്ടിയായിരുന്നോ കുഞ്ഞെ? ചെയ്യാൻ പഠിക്കണം കേട്ടോ. വേഗം എഴുതാത്തവർ എഴുതിക്കേ. 7th ക്വസ്റ്റ്യനിൽ വ്യത്യാസം വരാൻ പോവാ. മക്കളെ എഴുതി കഴിഞ്ഞല്ലോ, ഞാൻ റബ്ബ് ചെയ്യുവാണ്. കഴിയാത്തവരുണ്ടെ പറ. 7th ക്വസ്റ്റ്യൻ നോക്ക്. 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇന്നെ ഗ്രൂപ്പ് ഓഫ് 65 പീപ്പിൾ. അപ്പൊ എൻ്റെ 65 പേരുണ്ട്. 40 ലൈക്ക് ക്രിക്കറ്റ്, 40 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. 10 ലൈക്ക് ബോത്ത്, അപ്പം 10 പേർക്ക് ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടമാണ്. ചോദ്യം ഇതാണ്, ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ്. അപ്പം എന്താണ്, രണ്ടും കളിക്കാത്തതായിട്ട് ആരുമില്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചത് സി യൂണിയൻ ടി ആണ്, എൻ ഓഫ് സി ആണ്. അവരുടെ ചോദ്യം ടെന്നീസ് കളിക്കുന്നവർ എത്ര എന്നായിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കായിരുന്നു. ടെന്നീസ് കളിക്കുന്നവർ എത്ര എന്നാണെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു. എങ്ങനെയാ? നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എൻ ഓഫ് ടി കണ്ടുപിടിച്ചാ പോരെ. പക്ഷേ അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര പേർക്ക് ടെന്നീസ് ഇഷ്ടമാണ് നമുക്ക് ചെയ്ത് നോക്കാം. ആ രണ്ടാമത്തെ പാർട്ട് ആദ്യം ചെയ്യാം. ഗിവൺ ഡേറ്റ വെച്ച് നോക്കിയാൽ, ഗിവൺ ഡേറ്റ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ പോവാ. ഗിവൺ ഡേറ്റ വെച്ച് പറയുകയാണെങ്കിൽ എൻ ഓഫ് സി യൂണിയൻ ടി എന്ന് പറഞ്ഞാൽ 65 ആണ്. അതിൽ ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരുടെ എണ്ണം 40 ആണ്. എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി രണ്ടും ഇഷ്ടമുള്ളവരുടെ എണ്ണം 10 ആണ്. അങ്ങനെയാണെങ്കിൽ ടെന്നീസ് ഇഷ്ടമുള്ളവരുടെ എണ്ണം എത്ര? ഇക്വേഷൻ അപ്ലൈ ചെയ്യും നമ്മള്. എൻ ഓഫ് സി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ്
സി ഇന്റർസെക്ഷൻ ടി. സി യൂണിയൻ ടി അറിയാം 65 ഇസ് ഈക്വൽ ടു എൻ ഓഫ് സി അറിയാം 40 പ്ലസ് എൻ ഓഫ് ടി ടെന്നീസ് കളിക്കുന്നവരുടെ എണ്ണം അറിയത്തില്ല മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി രണ്ടും കളിക്കുന്നവരുടെ എണ്ണം 10. 65 ഇസ് ഈക്വൽ ടു 40 10 പോയാൽ 30 പ്ലസ് എൻ ഓഫ് ടി. ഈ 30 അപ്പുറം ആകുമ്പോൾ മൈനസ് 30 ആകും. 65 മൈനസ് 30 ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി എന്ന് വെച്ചാൽ 35 ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി. ടെന്നീസ് കളിക്കുന്നവരുടെ എണ്ണം 35 എന്ന് കിട്ടും. നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ ലോജിക്ക്. പക്ഷെ മക്കളെ ഫസ്റ്റിലെ അവർ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചേ. ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ടെന്നീസ് വേണം ക്രിക്കറ്റ് വേണ്ട. ഇതാണ് ചോദ്യം. എൻ ഓഫ് ടി മൈനസ് സി ആണ്. ഇക്വേഷൻ ഉണ്ട്. എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞ് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് പഠിപ്പിക്കാൻ വിചാരിക്കണില്ല. മക്കളെ ഞാൻ പറയണേ ഇനി പറയണ ശ്രദ്ധിച്ചോണം. വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാ പറയാൻ പോന്നെ. അതുകൊണ്ട് മക്കള് ശ്രദ്ധിച്ചിരുന്നോണം. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈസി എന്ന് തോന്നിയത് വെൻ ഡയഗ്രത്തിന്റെ മെത്തേഡാണ്. നിങ്ങൾക്ക് ചിലപ്പം ഇച്ചിരി മുന്നേ പറഞ്ഞതൊക്കെ ആയിരിക്കും എളുപ്പം തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിരുന്നതിന് ശേഷം മാത്രം ഏത് മെത്തേഡാണ് ഈസി എന്ന് കൺഫേം ചെയ്യാവളെ. ഞാൻ എന്നാ ചെയ്യുന്നു, ഒരു വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോവാ. രണ്ട് പേരുള്ളതാ പറഞ്ഞത്, അതുകൊണ്ട് 2 പേരുടെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോന്നെ. അപ്പോ ഇതാണ് ഒരു സെറ്റ്, ഇതാണ് അടുത്ത സെറ്റ്. ആദ്യത്തേതിനെ ഞാൻ ക്രിക്കറ്റിന് വേണ്ടിയും രണ്ടാമത്തേതിനെ ഞാൻ ടെന്നീസിന് വേണ്ടിയുമാണ് വെച്ചത്. വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ ഡയഗ്രത്തിന്റെ ഇന്റർസെക്ഷൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ കോമൺ പോർഷൻ അറിയാമെങ്കിൽ മാത്രമേ വെൻ ഡയഗ്രാം കൊണ്ട് കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. 10 ലൈക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. 10 പേർക്ക് രണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കോമൺ പോർഷനിൽ 10 എന്ന് എഴുതി വെച്ചു. കൃഷ്ണ ഇത്രയും മനസ്സിലായോ മോനെ? മനസ്സിലായി ടീച്ചർ. അപ്പൊ കോമൺ അറിയാമെങ്കിൽ മാത്രമേ വെൻ ഡയഗ്രത്തെ തൊടാവുള്ളൂ. കോമൺ അറിയാമെങ്കിൽ മാത്രമല്ല, കോമൺ അറിഞ്ഞാൽ ആദ്യം കോമണെ തന്നെ എഴുതണം. അല്ലാതെ ആദ്യമേ 65 പേരുണ്ട് എന്ന് പറഞ്ഞ് 65 അല്ലേ എഴുതാൻ പോണേ. ആദ്യമേ കോമൺ എഴുതി. ഇനി അത് കഴിഞ്ഞ് ടോട്ടൽ ആളുകളെ പറ്റി ഇപ്പോഴും ചിന്തിക്കരുത്. തൊട്ട് അതല്ലാതെ വേറെന്ത് പറഞ്ഞിട്ടുണ്ട്? 40 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് അല്ലേ? അപ്പം ഈ വെൻ ഡയഗ്രത്തിൽ നോക്ക്, ക്രിക്കറ്റിന് വേണ്ടിയുള്ള സർക്കിൾ ഈ ലെഫ്റ്റിൽ കിടക്കുന്നേ, അതിൽ മൊത്തം 40 എന്ന് വരണം. അതിലെ 10 പേരെ ഓൾറെഡി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മിച്ചം 30 പേരുണ്ട്. ഇപ്പൊ ആ സർക്കിളിലുള്ളത് കൂട്ടിയെടുത്തേ, 40 ആയില്ലേ? 40 ആയി. നമ്മളോട് എന്താ പറഞ്ഞ? മൊത്തം 65 പേരുണ്ട്. ആർക്കും ഇഷ്ടമല്ലാത്തവരാരും ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കളിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഇവിടെ 65 ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര നമ്പർ, ഏത് നമ്പർ എഴുതണം ഈ പോർഷനിൽ? ആലോചിച്ച് പറ ആരേലും. ഇവിടെ 30 എഴുതിയിട്ടുണ്ട്, 10 എഴുതിയിട്ടുണ്ട്, 30 10 40 ആയി. 65 ആവാൻ ഇവിടെ ഇനി എത്ര കൂടെ എഴുതണം? 25 എഴുതി കഴിഞ്ഞു. നമ്മുടെ വെൻ ഡയഗ്രാം ഫില്ലായി. ഇനി എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഉത്തരങ്ങൾ പറയാം. ടോട്ടൽ എത്ര പേര് കളിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന അത്രയും പേര് 65 പേര് കളിക്കുന്നുണ്ട്. അതിൽ രണ്ടും കളിക്കുന്നവർ എത്രയാന്ന് ചോദിച്ചാൽ ഞാൻ പറയും 10 പേര് രണ്ടും കളിക്കുന്നുണ്ടെന്ന് പറയും. ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണം ചോദിച്ചാൽ ഞാൻ ക്രിക്കറ്റിന്റെ സർക്കിൾ മൊത്തത്തിൽ കൂട്ടി പറയും, 30 10 40. ടെന്നീസ് കളിക്കുന്നവർ എത്രയാന്ന് ചോദിച്ചാൽ ഞാൻ ടെന്നീസിന്റെ സർക്കിൾ മൊത്തം കൂട്ടി പറയും, 25 10 35. കുറച്ചു മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് 35 ആണ്. ഇനി നമ്മുടെ മെയിൻ സംഭവം നോക്ക്. ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ്. അവരുടെ ആവശ്യം ടെന്നീസ് കളിക്കണം. ആ ടെന്നീസ് കളിക്കുന്നവരിലെ 10 പേരെന്തും കളിക്കുന്നുണ്ട്, ക്രിക്കറ്റും കളിക്കുന്നുണ്ട്. അവരുടെ ആവശ്യം ടെന്നീസ് മാത്രം കളിക്കുന്നവർ. എത്ര പേരാ ടെന്നീസ് മാത്രം കളിക്കുന്നേ? 25 പേര് ടെന്നീസ് മാത്രമേ കളിക്കുന്നുള്ളൂ. കാര്യം മൊത്തം 35 പേരുള്ളതിൽ 10 പേർക്ക് ക്രിക്കറ്റും കൂടി ഇഷ്ടമാണ്. അപ്പൊ ചോദ്യം തിരിഞ്ഞെന്ന് വിചാരിച്ചോ. ക്രിക്കറ്റ് ഓൺലി, ക്രിക്കറ്റ് മാത്രം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? 30 പേര്. മക്കളെ വെൻ ഡയഗ്രാം അല്ലേ എളുപ്പം? വെൻ ഡയഗ്രാം എഴുതാൻ ഒന്നും എഴുതണ്ട, സ്റ്റെപ്പുകളും കുറവാ. തന്നേക്കുന്നത് എഴുതുക. ആദ്യം എൻ ഓഫ്
എന്ത് തന്നിട്ടുണ്ട്? മൊത്തം തന്നിട്ടുണ്ട്. സി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു 65 എന്ന് എഴുതി. എൻ ഓഫ് സി ക്രിക്കറ്റിന്റെ എണ്ണം 40 എന്ന് എഴുതി. ബോത്ത് തന്നിട്ടുണ്ട്. അപ്പൊ എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതി. എന്നിട്ട് ഒറ്റ വാക്കിൽ ആൻസർ തരുക. ഫ്രം വെൻ ഡയഗ്രാം നമുക്ക് അവരുടെ ഉത്തരം എഴുതാം. എൻ ഓഫ് ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ് ഈസ് ഈക്വൽ ടു 25. അടുത്തതിന് ഉത്തരം എഴുതാം. എൻ ഓഫ് ടെന്നീസ് കളിക്കുന്നവരുടെ എണ്ണം 35. ക്ലിയർ ആയോ? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മാക്സിമം വെൻ ഡയഗ്രത്തെ ഫോളോ ചെയ്യാൻ നോക്കുക. വെൻ ഡയഗ്രം കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി വെൻ ഡയഗ്രം വേണ്ട, എനിക്ക് ഇക്വേഷൻ തന്നെ പഠിക്കണമെന്നുള്ളവർ ശ്രദ്ധിച്ചോ. ഓൺലി ചേർത്തുള്ളത് പഠിക്കാൻ ഇത്രേ ഉള്ളൂ. എൻ ഓഫ് നമ്മളോടിപ്പം ടെന്നീസ് ഓൺലി എന്നാ പറഞ്ഞേ. അവനെ ആദ്യം എഴുതണം, മൈനസ് ഇടണം, രണ്ടാമത്തെ ഇതിനെ എഴുതണം. ഇതിന്റെ മീനിങ് ടെന്നീസ് കളിക്കുന്നു, ക്രിക്കറ്റ് ഇല്ല. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നോ? എയിലുള്ളവനാണ്, പക്ഷെ അതിൽ നിന്ന് ബി യെ വെട്ടിക്കളഞ്ഞു. ഇതിന്റെ ഇക്വേഷൻ എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. ഇതാണ് ഇക്വേഷൻ. വേണമെങ്കിൽ ഇത് പഠിച്ചോ. ഇത് പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ തലയിലെ കുറച്ച് സ്പേസ് ഇക്വേഷന് വേണ്ടി മാറ്റാന്നേ ഉള്ളൂ. ഞാൻ ഇത് പഠിക്കേണ്ടെന്ന് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കയറി വരുന്നുണ്ട്, 3ാമത്തെ ചാപ്റ്റർ ആയിട്ട്. നിങ്ങൾ 10ൽ പഠിച്ച ട്രിഗ്നോമെട്രി ഒന്നും അതിന്റെ വാലെ കെട്ടാൻ പോലും കൊള്ളത്തില്ല. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ എങ്ങനെ പോയാലും 12 ഇക്വേഷൻസ് അങ്ങോട്ട് വിരിഞ്ഞു വെക്കും. പിന്നെ അങ്ങോട്ട് പോകും തോറും മിനിമം ഒരു 30 ഇക്വേഷൻ എങ്കിലും 30ന് മുകളിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ കാണാതെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് മക്കളെ ഇക്വേഷൻ ഒഴിവാക്കാൻ പറ്റുന്ന എത്രയും ഒഴിവാക്കി വിടുക. ഓക്കെ, ഇത് വെൻ ഡയഗ്രം വെച്ച് വരയ്ക്കുക. വെൻ ഡയഗ്രം വേണ്ടാത്തവര് അല്ലാതെ എഴുതിയെടുക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് തന്നെ ചെയ്തു നോക്കുക. ഇപ്പൊ തന്നെ ചെയ്തോ കേട്ടോ. ഇത് ചെയ്ത് കഴിയുന്നവര് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. മക്കളെ കിട്ടാത്തവര് പറയണം കേട്ടോ. കിട്ടുന്നവര് മാത്രം റെസ്പോണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഇതാകും കേട്ടോ. മക്കള് എന്താ വെച്ചാൽ കിട്ടണവര് പറയരുതെന്നല്ല പറഞ്ഞത്. കിട്ടാത്തവരോ മനസ്സിലാവാത്തവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. 3 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇതാ. 24 മാർക്ക് വേണം D+ മേടിക്കണമെങ്കിൽ തന്നെ. എന്തുവാ അവര് പറഞ്ഞത്? മൊത്തം 50 പേരുണ്ട്. അതില് അല്ല 50 people speak സ്പാനിഷ്. 50 പേര് സ്പാനിഷ് സംസാരിക്കുന്നുണ്ട്. 20 പേര് എന്ത് സംസാരിക്കുന്നുണ്ട്? ഫ്രഞ്ച് സോറി തിരിഞ്ഞു. 50 ഫ്രഞ്ച്, 20 സ്പാനിഷ്, 10 ബോത്ത്. ഇതില് വെൻ ഡയഗ്രം വേണ്ട. വേണമെങ്കിൽ വെൻ ഡയഗ്രം ഇട്ടോ. ചോദ്യം ഇതാണ്, ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് 1. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ യൂണിയൻ എടുക്കാനാ പറഞ്ഞത്. യൂണിയൻ അറിയാലോ, ഇത് തമ്മിൽ കൂട്ടി ഇത് കുറക്കുക. 50ഉം 20ഉം 70, 70 ന്ന് 10 60 എന്നാണ് മക്കളെ കിട്ടിയേ. ഇനി ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. എന്താ പറഞ്ഞത്? 10 പേർക്ക് 2 ഇഷ്ടമാ. അപ്പൊ ഇവിടെ 10 എഴുതി. അപ്പൊ ഇത് ഫ്രഞ്ചിന് വേണ്ടിയിട്ടും ഇത് സ്പാനിഷിന് വേണ്ടിയിട്ടുമാന്ന് വിചാരിച്ചോ. അവര് പറഞ്ഞു മൊത്തം 50 പേർക്ക് ഫ്രഞ്ച് ഇഷ്ടമാ. അപ്പൊ ഇതാണ് ഫ്രഞ്ചിന്റെ സർക്കിള്. 50 വേണം. 10 ഇവിടെ പോയിട്ടുണ്ട്, മിച്ചം 40. 20 പേർക്ക് സ്പാനിഷ് ഇഷ്ടമാ. അപ്പൊ മൊത്തം 20 വേണം ഈ സർക്കിളിൽ. 10 ഇവിടെ വന്നിട്ടുണ്ട്, ബാക്കി 10 ഇവിടെ എഴുതി. അവരുടെ ആവശ്യം അറ്റ്ലീസ്റ്റ് 1 ലാംഗ്വേജ്, ഒരു ഭാഷയെങ്കിലും സംസാരിക്കുന്നവരുടെ എണ്ണം. എല്ലാവരെയും കൂടെ കൂട്ടുക. 10, 10, 20, 20, 60, 20, 40, 60. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? എടാ മക്കളെ, ആർക്കേലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു. ജോസ്ന ക്ലിയർ ആണോ കുഞ്ഞെ? പിന്നെ ഒന്നുകൂടെ പറയണം. ഇത് പറയണോ അതോ തൊട്ട് മുമ്പിലത്തെ പറയണോ മോനെ? 7th ക്വസ്റ്റ്യൻ അല്ലേ? 7th ക്വസ്റ്റ്യൻ അല്ലേ മോനെ? പിന്നെ എട്ടാമത്തേത് ഞാനൊന്ന് വെൻ ഡയഗ്രം വെച്ച് പറഞ്ഞിട്ട് ബാക്കി മറ്റേ രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം. വെൻ ഡയഗ്രത്തിൽ എപ്പോഴും ബോത്ത് അല്ലെങ്കിൽ ആൻഡ് കോമൺ പോർഷൻ അറിയാമെങ്കിൽ അത് ഫില്ല് ചെയ്യുക. 10 പേർക്ക് 2 ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 10.
അടുത്തത് 50 സ്പീക്ക് ഫ്രഞ്ച്. അപ്പം ഇതാണ് ഞാൻ ഫ്രഞ്ചിന് വേണ്ടിയിട്ട് സർക്കിള്. 50 പേർക്ക് ഫ്രഞ്ച് ഇഷ്ടമാ. അപ്പൊ ഈ സർക്കിളിൽ മൊത്തം 50 പേര് വേണം. അതിലെ 10 പേരെ ഞാൻ ഇവിടെ എഴുതിപ്പോയി. അപ്പൊ 40 പേരെ എഴുതിയാൽ മതി. എന്നാലേ 50 ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ 40 എന്ന് എഴുതി. 20 സ്പീക്ക് സ്പാനിഷ്. ഇതാണ് സ്പാനിഷിന് വേണ്ടിയുള്ള സർക്കിള്. 20 പേർക്ക് സ്പാനിഷ് ഇഷ്ടപ്പെടണം. അതില് 10 പേരെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ബാക്കി 10 ഇവിടെ എഴുതി. അവരുടെ ചോദ്യം ഒരു ഭാഷയെങ്കിലും സംസാരിക്കുന്നവർ എത്ര? അറ്റ്ലീസ്റ്റ് 1 വന്നാൽ യൂണിയൻ എടുക്കണമെന്നാ പറഞ്ഞേ. അഥവാ ചേർത്ത് വായിക്കണം. 10ഉം 10 20, 20ഉം 10 40. 20ഉം 40ഉം 60. ഇതാണ് വെൻ ഡയഗ്രം വെച്ച്. വെൻ ഡയഗ്രം അല്ലാതെ നോക്കിക്കോ. എൻ ഓഫ് ഫ്രഞ്ച്. ഇത് വെൻ ഡയഗ്രം അല്ലാതെ ചെയ്യായിരുന്നു. എൻ ഓഫ് ഫ്രഞ്ച് 50, എൻ ഓഫ് സ്പാനിഷ് 20, എൻ ഓഫ് ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർസെക്ഷൻ. എസ് ഇന്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 10. ചോദ്യം അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. അപ്പൊ എൻ ഓഫ് എസ് യൂണിയൻ എഫ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് എഫ് എ പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എസ് ഇന്റർസെക്ഷൻ എഫ്. എൻ ഓഫ് എസ് യൂണിയൻ എഫ് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു എൻ ഓഫ് എഫ് എത്ര? 50, സ്പാനിഷ് 20, 2 സംസാരിക്കുന്നത് 10. 50 20 70, 70 10 പോയാൽ 60. മനസ്സിലായോ മോനെ? മനസ്സിലായി. ഓക്കെ, എഴുതിയെടുക്ക്. 3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരെണ്ണം ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല തറവായിട്ട് പഠിച്ചു എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. നമുക്ക് അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നോക്കാം. മാറ്റി വന്നേ. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. നിങ്ങളുടെ സമയമായി തോന്നുന്നത്. മക്കളെ നോക്ക്, 2020 ക്വസ്റ്റ്യൻ പേപ്പറെ. ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടു ഓർമ്മയുണ്ടോ? നമ്മൾ ചെയ്തതാ. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനാ. കണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ കയറിയാ വന്നത്. എ ഇസ് ഈക്വൽ ടു പറഞ്ഞോ. അവരുടെ കണ്ടീഷൻ എന്താ? -3 വലുതും 7 ചെറുതുമായ ഇന്റീജർ. -3 വലിയ ഇന്റീജേഴ്സ് ഏതൊക്കെയാ? -2, -1, 0, 3, 4, 3, 4, 5, 6, 6. 7 വലുതും ഒന്നും വേണ്ട. എ എഴുതി. അത് കഴിഞ്ഞ് ബി, അതും നമ്മൾ ചെയ്തത് തന്നെയായിരുന്നു. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. റോസ്റ്റർ ഫോം എഴുതുക എന്ന് പറഞ്ഞല്ലായിരുന്നു അത്. അതെന്തോ മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു. 1 2 3 4 5. മക്കളെ, ഈ 2 കൃത്യമായി എഴുതുന്നവന് മാത്രമേ ഈ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. ചോദ്യം എന്താ? എക്സ്പ്രസ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. അടുത്തത് കണ്ടോ, ഫൈൻഡ് എ മൈനസ് ബി. അപ്പൊ എന്താ? എയും ബിയും ശരിയായവനെ എ മൈനസ് ബി ശരിയാവത്തുള്ളൂ. എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താടാ? എയിൽ നിന്നും കോമൺ ആയിട്ടുള്ളവരെ ഒഴിവാക്കുക. മിച്ചം 1 2 3 4 5 കോമൺ. മിച്ച എയിൽ എന്തൊക്കെയുണ്ട്? മിച്ച എയില് -2 ഉണ്ട്, -1, 0 ഉണ്ട്, 6 ഉണ്ട്. ഇതാണ് എ മൈനസ് ബിയുടെ ആൻസർ. അത് കഴിഞ്ഞ് അവർ ചോദിച്ചത് ബി മൈനസ് എ. ബിയിൽ നിന്നും കോമൺ കുറയ്ക്കുക. ഇത്രയും സാധനവും കോമണാ. ബിന്ന് കോമൺ കുറച്ചു കഴിഞ്ഞാൽ ബിക്കകത്ത് ഒന്നുമില്ലാത്തതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു 5. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കാണിക്കുക. ക്ലിയർ ആയോ? അപ്പൊ എ മൈനസ് ബിയും കിട്ടി, ബി മൈനസ് എയും കിട്ടി. ഇത് രണ്ടും എഴുതി വെച്ചാൽ അടുത്തൊരു മാർക്ക് കൂടെ കിട്ടിപ്പോയന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അപ്പൊ എ മൈനസ് ബി ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ബി മൈനസ് എയും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവരെ തമ്മിൽ യൂണിയൻ എടുക്കാനാ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. മക്കളെ, നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ, ഏതെങ്കിലും ഒരു സെറ്റിന്റെ കൂടെ ഫൈയെ യൂണിയൻ എടുത്താൽ അതേ സെറ്റ് തന്നെ കിട്ടും. ആ പ്രോപ്പർട്ടിയാ ഇവിടെ വരുന്നത്. -2 -1 0 6ഉം 5ഉം കൂടെ യൂണിയൻ എടുത്താൽ എന്ത് തന്നെ കിട്ടാൻ പോന്നെ?
-2 -1 0 6 ആ കിട്ടാൻ പോകുന്നത്. അവരുടെ ആവശ്യം എന്താ? ഈ സാധനവും a-bയും സെയിം ആണെന്ന് തെളിയിക്കുക. കണ്ടോ, LHS ചെയ്തപ്പോ കിട്ടിയത് -2 -1 0 6 ആയിരുന്നു. RHS അവർ കൊടുത്തു a-b എന്ന്. a-bയും ഇതേ സാധനമായിരുന്നു. അത്രയും എഴുതി വെച്ചാലും 3 മാർക്ക് കിട്ടിയേനെ. അപ്പൊ എന്താ, റോസ്റ്റർ ഫോം എഴുതാൻ അറിയത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ 3 മാർക്കും അങ്ങ് പോയി കിട്ടും. റോസ്റ്റർ ഫോമിലെ മിസ്റ്റേക്ക് കാരണം മാത്രം സംഭവിക്കാവുന്ന കാര്യം അത്. 2020 അല്ല കേട്ടോ, 2019 കാര്യം 2020 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 3 മാർക്കും ഒബ്ജക്റ്റീവ് ആയിരുന്നു. നമ്പർ ഓഫ് പവർ സെറ്റ് എത്ര, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു അപ്പൊ ആ 3 മാർക്ക് നമ്മൾ ശ്രമിച്ചാൽ കിട്ടാവുന്നേ ഉള്ളായിരുന്നു. ദേ അടുത്ത കണ്ടോ, 3 മാർക്ക് വേർഡ് പ്രോബ്ലം. എന്താ പറഞ്ഞേ? ഇന്നെ മക്കളെ ചെയ്ത് നോക്കിക്കടാ, താനെ ചെയ്ത് നോക്കിക്കേ. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, അത് ശരിക്കും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. ചുമ്മാ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തുവാ പറഞ്ഞത്? ഒരു 35 കുട്ടികളുണ്ട്. അതിനകത്തെ 24 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, 16 പേർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഓൾസോ ഈച്ച് സ്റ്റുഡന്റ് ലൈക്ക് ടു പ്ലേ അറ്റ്ലീസ്റ്റ് 1 ഗെയിം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ട്, അല്ലാതെ കളിക്കാതെ ആരും മാറിയിരിക്കുന്നില്ല. കളിക്കാതെ ഇപ്പൊ ഞാൻ പറയാം, 2 പേര് കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ 2 പേരെ കുറച്ച് കഴിഞ്ഞ് 33 എന്ന് പറയുന്നവനെയാണ് നമ്മൾ യൂണിയൻ ആയിട്ട് എടുക്കുന്നത്, A യൂണിയൻ B ആയിട്ട് എടുക്കുന്നത്, അല്ലെ C യൂണിയൻ F ആയിട്ട് എടുക്കുന്നത്. ഇവിടെ അവർ പറഞ്ഞു എല്ലാവരും എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് മനസ്സിലായി, ഇതാണ് C യൂണിയൻ F. അവരുടെ ചോദ്യം എന്താണ്? ബോത്ത്, രണ്ടും കളിക്കുന്നവർ എത്ര? C ഇന്റർസെക്ഷൻ F എത്ര? ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. എന്താ? N of C യൂണിയൻ F is equal to N of C plus N of T അല്ല ഫുട്ബോൾ, FA minus N of C intersection F. 35 is equal to 24 plus 16 minus N of C intersection F. 35 is equal to 24 6 30 40. 40 minus N of C intersection F. C intersection F is equal to 5 എന്ന് കിട്ടും. N of C intersection F is equal to എത്രയെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. ഇതാണോ ശ്രീലക്ഷ്മി കിട്ടിയേ? അതെ. മക്കളെ, ക്വസ്റ്റ്യന്റെ ടൈപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. വേണമെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരത്തേ ഉള്ളൂ, ഇപ്പൊ ചെയ്യുന്നില്ല. കണ്ടോ, റോസ്റ്റർ ഫോം എഴുതാൻ. റോസ്റ്റർ ഫോം എഴുതിയാലേ 1 മാർക്ക്, അത് അല്ല, ആ 1 മാർക്ക് വേറെയാണ്. സബ്സെറ്റുകളുടെ എണ്ണം, സബ്സെറ്റ് അല്ല, പ്രോപ്പർ സബ്സെറ്റ്. ഈ വാക്ക് ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചു തരാം. പ്രോപ്പർ സബ്സെറ്റ്, കാർഡിനാലിറ്റി, അങ്ങനെ 2-3 വാക്കുകൾ പഠിപ്പിച്ചു തരാം. വേണ്ടേ? റോസ്റ്റർ എഴുതണം. റോസ്റ്റർ എഴുതിയാൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ. ഇത് ശരിയായാൽ മാത്രമേ എന്ത് ശരിയാവത്തുള്ളൂ? 2 മാർക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ, 2 മാർക്ക് ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലം, 2 മാർക്ക് ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രാം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ഫംഗ്ഷന്റെ അടുത്ത പാഠത്തിന്റെ. മക്കൾക്ക് അപ്പൊ ക്വസ്റ്റ്യന്റെ മോഡൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, എന്താ, വേർഡ് പ്രോബ്ലം ഒരെണ്ണം കാണും, നിർബന്ധമാണത്. വേർഡ് പ്രോബ്ലം ഒരെണ്ണം വേണം. ഇതിലാണെങ്കിലും 3 മാർക്കിന്റെ വേർഡ് പ്രോബ്ലം 1 അല്ല 1 2 3. റോസ്റ്റർ ഫോം എഴുതിയിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എഴുതാനുള്ളതാണ് 3 മാർക്ക്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. റോസ്റ്റർ ഫോം ക്ലിയർ ആണെങ്കിലേ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അല്ലെ സെറ്റ് ബിൽഡർ ക്ലിയർ ആണെങ്കിലേ 3 മാർക്ക് കിട്ടത്തുള്ളൂ. ഇത് അറിയത്തില്ലെങ്കിൽ 3 മാർക്ക് ചടപടയെന്ന് പോയി കിട്ടും. അടുത്ത 3 മാർക്ക് കിട്ടണമെങ്കിൽ വേർഡ് പ്രോബ്ലം നല്ല തറവായിട്ട് അറിയണം. വേർഡ് പ്രോബ്ലം അറിയണമെന്നുണ്ടെങ്കിൽ വെൻ ഡയഗ്രം കൂടെ അറിയണം. അപ്പൊ